അങ്ങനെ ഒടുവിൽ രേവതിക്ക് സച്ചിയുടെ അമ്മയുടെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയ ആ വീഡിയോ സച്ചി തന്നെ കാണിച്ചു കൊടുക്കാണ്. ഒരു നിവൃത്തിയില്ലാതാണ് അവസാനം സച്ചി ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. തെറ്റ് ചെയ്തവന് വേണ്ടി എന്തിനാ അവനവന്റെ ജീവിതം കൊണ്ടുകളയുന്നത്? അത് മാത്രമല്ല സ്വന്തം ചേച്ചിയുടെ ജീവിതത്തിനോട് പോലും വില കൽപ്പിക്കാത്തവന് വേണ്ടി എന്തിനാണ് ഞാൻ ഈ സത്യം മറച്ചു വെക്കുന്നതെന്ന് സച്ചി പലതവണ ചിന്തിക്കുകയാണ്. അവസാനമാണ് സച്ചി തീരുമാനം എടുക്കുന്നത്. അതായത് അന്നേ ദിവസം രേവതി സച്ചി ഒരുപാട് കുറ്റപ്പെടുത്തുകയും തെറ്റ് ചെയ്ത അനിയനെ ന്യായീകരിക്കുകയും ചെയ്യാണ്. എന്നാൽ തെറ്റ് ചെയ്ത് അവനെ ഇങ്ങനെ ന്യായീകരിച്ച് തലയിലെടുത്ത് വെക്കുന്നത് കണ്ടപ്പോ സച്ചിക്ക് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെയാണ് സച്ചി സത്യങ്ങൾ തുറന്നു പറയുന്നത്. എന്നാൽ അത് വിശ്വസിക്കുന്നില്ല രേവതി. എന്നാൽ ആ വീഡിയോ സച്ചിക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരികയാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടപ്പോ തന്നെ രേവതിക്ക് വിഷമമല്ല വരുന്നത്, ആകെ കൂടെ ദേഷ്യമാണ് വരുന്നത്. അനിയന്റെ അടുത്ത കൈയും തല്ലി ഒടിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ രേവതി നേരെ വീട്ടിലോട്ട് പോവാണ്. എന്നാൽ സച്ചി രേവതിയുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു കിടിലൻ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഇതിന്റെ ചുരുക്കം ഭാഗം മാത്രമാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് എപ്പിസോഡിലോട്ട് കടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് സച്ചി കൂട്ടുകാരുടെ അടുത്തോട്ട് വരുന്നതാണ്. സച്ചിയുടെ വരവ് മഹേഷ് കാണുന്നുണ്ട്. അപ്പൊ തന്നെ സച്ചിയുടെ അടുത്തോട്ട് മഹേഷ് ചെല്ലാണ്. എടാ സച്ചി, ഞാൻ നിന്നെ വിളിക്കാൻ ഫോൺ എടുക്കുമായിരുന്നു, അപ്പോഴാണ് നീ ഇങ്ങോട്ട് വരുന്നത്. എന്താ മഹേഷ്, എന്തെങ്കിലും പറയാനുണ്ടോ? എടാ, എനിക്ക് ഒരു 2 ലക്ഷം രൂപ ഒപ്പിക്കാനുള്ള വഴി കിട്ടിയിട്ടുണ്ട്, ബാക്കി ഇവരും കൂടി ശരിയാക്കി തരാന്നാ പറഞ്ഞത്. അപ്പൊ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട്, അതെ സച്ചി, ആ കാർ എന്ന് പറയുന്നത് നിന്റെ സ്വപ്നമായിരുന്നു. ആ കാർ നീ ഞങ്ങൾക്ക് വേണ്ടി വിൽക്കാൻ തയ്യാറായി. അപ്പൊ പിന്നെ ഞങ്ങൾ നിനക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്തില്ലെങ്കിലോ? എടാ, നിങ്ങൾ എന്തിനാ വെറുതെ അവിടുന്ന് ഇവിടുന്നൊക്കെ കാശ് വാങ്ങി കട ഉണ്ടാക്കുന്നത്? ദേ, ഇതിപ്പോ ഇങ്ങനെ തീർന്നു. ഞാൻ ഇനി വേറെന്തെങ്കിലും ജോലി നോക്കിക്കോളാം. വെറുതെ നിങ്ങൾ ഇതിന്റെ പിന്നാലെ വലയണ്ട. ഇത് കേട്ടപ്പോ മഹേഷ് പറയുന്നുണ്ട്, സച്ചി, അത് പറഞ്ഞാൽ പറ്റില്ല. നിനക്കും ഞങ്ങളെ പോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് കണ്ടില്ലെന്ന് വെക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതെ സച്ചി, നീ ഞങ്ങൾ പറയുന്നത് കേൾക്ക്. നീ ആ പൈസ കൊടുത്തിട്ട് തിരികെ ആ കാർ എടുക്ക്. എടാ, ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞില്ലേ, വെറുതെ അവിടെ ഇവിടെയൊക്കെ കടം വാങ്ങിച്ച് കൂട്ടണ്ട. എനിക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? പിന്നെ എങ്ങനെയാ സച്ചി, നീ ഞങ്ങൾക്ക് വേണ്ടി നിന്റെ കാർ വരെ വിറ്റില്ലേ? വേറെ എങ്ങനെയായിരുന്നു നീ പണം ഒപ്പിച്ചതെങ്കിൽ ഞങ്ങൾ നിനക്ക് പതിയെ തന്നു തീർത്തേനെ. പക്ഷെ ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. നിന്റെ ജീവിതമാർഗമാണ് നീ ഉപേക്ഷിച്ചത്. നിന്റെ വീട്ടിലെ ഒരു ഏട്ടനും അനിയനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അത്രയും ചിന്തിക്കാൻ കഴിവുള്ളവരല്ല അവര് രണ്ടുപേരും. അവര് പണം തന്നിട്ട് ആ വീട്ടിലെ ചെലവ് നടന്നു പോവില്ലല്ലോ. പിന്നെ നിന്റെ അച്ഛന് അസുഖക്കാരനാ. അപ്പോ നീ ഇങ്ങനെ വണ്ടി ഇല്ലാതെ നടക്കുന്നത് ഞങ്ങൾക്ക് കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. സച്ചി, നീ ഞങ്ങളോട് എതിരഭിപ്രായം ഒന്നും പറയരുത്. അതെടാ, ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും നീ ഈ കാറ് തിരികെ വാങ്ങ്. അങ്ങനെ സച്ചി അവരുടെ നിർബന്ധത്തിന് വഴങ്ങാണ് കേട്ടോ. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, എടാ, എനിക്കിപ്പോ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ 2-3 ട്രിപ്പ് പോയി ക്ഷീണിച്ചിരിക്കുക. തൽക്കാലം നീ എന്റെ കാറെടുത്ത് ആ ട്രിപ്പ് പോ. ഏയ്, അതെന്തിനാടാ? നിനക്ക് കാശ് കിട്ടുന്ന കാര്യമല്ലേ, നീ തന്നെ പോ. ഓ, ഒരു ദിവസം നമ്മൾ 1-2 ട്രിപ്പ് ഒന്നല്ലല്ലോ ഒഴിവാക്കുന്നത്. അതിലൊരു ട്രിപ്പ് നിനക്ക് തന്നെന്ന് കരുതിയിട്ട് ഞങ്ങൾക്കൊന്നും നഷ്ടമാവാനില്ല. അതേടാ സച്ചി, പൈസയൊക്കെ ഒന്ന് റെഡിയാവുന്നത് വരെ നീ ഞങ്ങളുടെ വണ്ടിയൊക്കെ ഓരോ ദിവസം ഓട്ട്. എടാ, അതൊന്നും വേണ്ടടാ. അത് പറഞ്ഞാ പറ്റില്ല. നിന്റെ കയ്യിൽ ഇപ്പൊ 5ന്റെ പൈസ എടുക്കാനില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങൾ പറഞ്ഞ പോലെ ചെയ്യ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത്. ഓ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നു അല്ലേ? എന്നാ സച്ചി ഒന്നും മറുത്ത് സംസാരിക്കുന്നില്ല കേട്ടോ. അപ്പൊ വീണ്ടും രേവതി പറയുന്നുണ്ട്, ഞാൻ ഒരു വട്ടം കൂടി ചോദിക്കാം, നിങ്ങൾ എന്റെ വീട്ടിലോട്ട് വരുന്നുണ്ടോ? എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? മഹേഷേട്ടാ, ഇങ്ങനെ നിങ്ങളോട് ഇത്രയും സമയം മിണ്ടിയില്ലായിരുന്നോ? അപ്പൊ പിന്നെ എന്താ എന്നോട് മിണ്ടിയാല്? എടാ സച്ചി, നീ എന്താടാ ഒന്നും പറയാത്തത്? രേവതിയുടെ കൂടെ നീ ചെല്ല്. ഞാൻ എങ്ങോട്ടുമില്ല, അവള് പൊക്കോട്ടെ. അതെന്താ കൂടെ വരാത്തത്? തെറ്റ് ഏതായാലും ചെയ്തു, എന്നാ അത് ഏറ്റു പറയാനുള്ള മനസ്സുകൂടി കാണിക്കണം. നിങ്ങൾ നായികയ്ക്ക് 40 വട്ടം വർഷയെ കുറ്റപ്പെടുത്തുമല്ലോ, തെറ്റ് ചെയ്തിട്ട് അത് അംഗീകരിക്കുന്നില്ലെന്നും പറഞ്ഞ്. അപ്പോ ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കുടിച്ച് നിങ്ങൾ എന്റെ അനിയന്റെ കൈ ഒടിച്ചു. ഇനിയിപ്പോ അവന്റെ കൈ ശരിയാവോന്ന് പോലും അറിയാത്ത അവസ്ഥയില്ല. എന്നിട്ടും നിങ്ങൾക്കൊന്ന് അവിടെ വരാനും അവരെ ഒന്ന് സഹായിക്കാനും പറ്റില്ല അല്ലേ? അതിനെങ്ങനെയാ എന്റെ അമ്മയുടെ മുഖത്ത് ഇങ്ങേരെങ്ങനെയാ നോക്കുക? എന്റെ അമ്മ നിങ്ങളെ സ്വന്തം മകനെ പോലെയാ കണ്ടത്. എന്റെ അനിയത്തെയും അനിയനൊക്കെ നിങ്ങളെ സ്വന്തം ഏട്ടനെ പോലെയും. എന്നിട്ട് നിങ്ങൾ അവരോട് ചെയ്തത് എന്താ? ഇതൊന്നും കേട്ടിട്ട് സച്ചി ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ മഹേഷ് പറയുന്നുണ്ട്, രേവതി ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത് കേട്ടപ്പോ രേവതി മഹേഷിനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട്. അപ്പൊ മഹേഷ് പറയുന്നുണ്ട്, ദേഷ്യപ്പെട്ട് നോക്കൊന്നും വേണ്ട, സച്ചിയെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീ എന്തിനാ പെങ്ങളെ അവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ നീ അവനെ ശകാരിക്കേണ്ട ആവശ്യമുള്ളൂ. നിന്റെ അനിയൻ എന്താ ചെയ്തതെന്നറിയോ? അപ്പൊ സച്ചി പറയുന്നുണ്ട്, എടാ മഹേഷേ, വേണ്ട. പിന്നെ എങ്ങനെയാടാ രേവതി ഇങ്ങനെയൊക്കെ പറയുന്നത്? കൈയും കെട്ടി നോക്കിക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. ഹോ, എന്തെങ്കിലും കെട്ടുകഥ ഉണ്ടാക്കി പറഞ്ഞു തന്നു കാണും ഇദ്ദേഹം. പിന്നെ നിങ്ങളെ എല്ലാവരും ഇദ്ദേഹം സഹായിച്ചതല്ലേ? അങ്ങനെ സഹായിച്ച കൂട്ടത്തിൽ എന്റെ അനിയന്റെ കൈയും കൂടി തല്ലി ഒടിച്ചു. എന്നാലും മഹേഷിട്ടാ, നിങ്ങളൊന്നും ഇങ്ങനെയാണെന്ന് ഞാൻ കരുതിയില്ല. രേവതി, ഞാൻ പറഞ്ഞല്ലോ, സത്യം അറിയാതെ നീ സംസാരിക്കുന്നത്. മഹേഷേ, മിണ്ടാതിരിക്കേ. രേവതി, നീ പൊക്കെ, ഞാനിപ്പോ ആരുടെയും കൂടെ വരില്ല. ശരി, നിങ്ങളെല്ലാരും കൂടി ഇപ്പൊ ഒറ്റ ഗ്യാങ് ആണല്ലോ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പോവാ. നിങ്ങൾ ചെന്നില്ലെങ്കിലും
നിങ്ങളുടെ ഭാര്യയായി ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക? ഇതും പറഞ്ഞ് രേവതി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ മഹേഷ് പറയുന്നുണ്ട്, സച്ചി നീ എന്തിനാണ് സത്യം മറച്ചു വെക്കുന്നത്? അത് അവളോട് തുറന്നു പറ. അവൾ കണ്ടില്ലേ അവളുടെ അനിയനെ തലയിലെടുത്ത് വെക്കുക, എന്നിട്ട് നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചത്താവണം, അല്ലാതെ അവനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ തെറ്റ്. ഇത് കൂടുതൽ അവനെ തെറ്റിലേക്ക് നയിക്കത്തേ ഉള്ളൂ. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീ ഇപ്പൊ ഇത് മൂടി വെച്ച് കഴിഞ്ഞാൽ രേവതി നിന്നെ വീണ്ടും വീണ്ടും തെറ്റിദ്ധരിക്കും. അത് മാത്രമല്ല, തെറ്റ് ചെയ്യുന്നവനെ രേവതി ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യും. അത് പാടില്ല. രേവതിയും വീട്ടുകാരും സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അവനെ ഉപദേശിക്കാനുള്ള അർഹതയുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് സത്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പൊ സച്ചിയുടെ കൂട്ടുകാരന്മാര് പറയുന്നുണ്ട്, എന്താടാ ശരിക്കും എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ലടാ, ഇവന്റെ ഭാര്യയും തമ്മിൽ ചെറിയൊരു ഉടക്ക്. സാധാരണ രേവതിയായിട്ട് ഇവനാണല്ലോ ഉടക്ക്. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വീട്ടിലാണ്. രേവതി ഇങ്ങനെ മനസ്സിൽ ഓരോന്ന് ആലോചിക്കുന്നുണ്ട്. ആദ്യം ആലോചിക്കുന്നത് അച്ഛൻ പറഞ്ഞതാണ്, സച്ചി ഒരു കാര്യമില്ലാതെ ആരും തല്ലില്ല. ആ കാര്യം ആലോചിച്ചപ്പോ രേവതിക്ക് സത്യമാണെന്ന് തോന്നാണ്. മദ്യപിച്ചിട്ടുണ്ടെങ്കിലും കാരണമില്ലാതെ ആരെയും തല്ലില്ലെന്നുള്ളത്. അത് മാത്രമല്ല, ചില സമയത്തൊക്കെ സച്ചിയുടെ വാക്കുകൾ പിഴയ്ക്കുന്നുണ്ട്. അവൻ എന്താ ചെയ്തെന്ന് അറിയോ? അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു സീനൊക്കെ രേവതി ഓർത്തെടുക്കാണ്. പിന്നെ ഓർക്കുന്നത് മഹേഷ് പറയാൻ വന്നതാണ്. മഹേഷ് സത്യം എന്താണെന്നുള്ളത് പറയാൻ വന്നപ്പോഴേക്കും സച്ചി അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രേവതി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഇനി അവന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് കാണൂ? ഏയ് അവനിപ്പൊ പഴയ പോലെ ഒന്നല്ല, അദ്ദേഹം കുടിച്ചിട്ട് അവനെ തല്ലിയത് തന്നെയാ. ആ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. രേവതി. അപ്പൊ തന്നെ രേവതി പിന്നിലോട്ട് തിരിയുന്നുണ്ട്. രേവതി, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നെ ഒന്ന് വെറുതെ വിടോ, എനിക്ക് നിങ്ങളോട് ഇപ്പൊ ഒന്നും സംസാരിക്കാനില്ല. രേവതി, നീ വെറുതെ വാശി പിടിക്കല്ലേ, എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. എനിക്ക് കേൾക്കണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാനിന്ന് എന്റെ വീട്ടിലോട്ട് നിങ്ങളെ വിളിച്ചപ്പോ നിങ്ങൾ വന്നില്ലല്ലോ. നിങ്ങളുടെ കൂട്ടുകാരുടെ മുന്നിലിട്ട് എന്നെ പരിഹസിച്ചു. രേവതി, അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ അതായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? അവനെ തല്ലിയതിനുള്ള കുറ്റബോധോ? നിങ്ങൾക്കറിയോ, അവനെ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് 3 മാസം എടുക്കും അവനത് ശരിയാവാനെന്നാ. എന്നാലും അയാൾ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്റെ അനിയന്റെ കൈ തല്ലി ഒടിക്കാൻ തോന്നിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. രേവതി, ഞാനൊന്ന് പറയട്ടെ? വേണ്ടെന്നല്ല പറഞ്ഞത്. പല കള്ളക്കഥകളും മെനഞ്ഞിണ്ടാക്കുകയായിരിക്കും നിങ്ങൾ. എന്നാ അത് എന്റെ അടുത്ത് വേണ്ട. പിന്നെ ദേ, ഈ കീ അങ്ങ് പിടിക്ക്. ഇത് ഞാൻ നിങ്ങൾക്ക് തരാനിരിക്കുമായിരുന്നു. ആ പൂക്കടയുടെ കീയാണ്. എനിക്കിനി ആ പൂക്കട വേണ്ട. നിങ്ങളുടെ ഔദാര്യമാണല്ലോ ആ പൂക്കട. അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. നിങ്ങളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്തു. ഞാൻ പോവും എന്റെ വീട്ടിലോട്ട്. രേവതി, സ്റ്റോപ്പ്. ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്ക് നീ. നിനക്കിപ്പോ ഞാനിട്ട പൂക്കട വേണ്ട അല്ലേ? ഞാൻ സ്നേഹത്തോടെ സമ്മാനിച്ച ഈ പൂക്കടയുടെ താക്കോല് നിനക്കിപ്പോ വേണ്ട അല്ലേ? എന്റെ സ്നേഹം അപ്പോ ആത്മാർത്ഥമല്ലെന്നാണോ നീ കരുതുന്നത്? അതെ, ആത്മാർത്ഥം ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്റെ അനിയന്റെ കൈ തല്ലി ഒടിച്ചത്. മതി, 1000 വട്ടായാലും പറയുന്നത് അനിയന്റെ കൈ ഞാനാ തല്ലി ഒടിച്ചതെന്ന്. പിന്നെ നിങ്ങളല്ലാതെ ആരാ? നിങ്ങളൊന്നും മിണ്ടിയില്ലല്ലോ ഞാനത് ചോദിച്ചപ്പോ. അതേടി, ഞാൻ തന്നെ അവന്റെ കൈ തല്ലി ഒടിച്ചത്. പക്ഷെ കാരണമില്ലാതെ ഈ സച്ചി ഒന്നും ചെയ്യില്ലെന്ന് ഓർത്തോ നീ? ഓ, എന്താണാവോ കാരണം? ആ ആന്റണിയുടെ കൂടെ ജോലിക്ക് പോകരുത്, അത് തെറ്റാണ്. പക്ഷെ അത് പറഞ്ഞ് മനസ്സിലാക്കല്ലേ വേണ്ടത്. അതിനു പകരം അവന്റെ കൈ തല്ലി ഒടിക്കാണോ? ആന്റണിയുടെ കൂടെ ജോലിക്ക് പോയതിനോ പലിശ പിരിച്ചതിനോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതിന് ഞാൻ അവനെ തല്ലിയിട്ടുമില്ല. അവനെ തല്ലാൻ വ്യക്തമായ കാരണം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, മഹേഷിന്റെ മേൽ അവൻ കൈവച്ചു. അതൊക്കെ പോട്ടേന്ന് കരുതാം, അവൻ എന്റെ മേൽ കൈവച്ചു. കൊള്ളാം, നിങ്ങൾക്ക് നല്ല അഭിനയിക്കാൻ അറിയാലോ. നല്ല നാടകം. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ളത് പറയും. ഞാൻ അവന്റെ ആരാ? ചേച്ചിയുടെ ഭർത്താവ്. എനിക്ക് അവൻ ഏട്ടന്റെ സ്ഥാനം തരണം. അത് മാത്രമല്ല, മഹേഷിന് അവൻ ശരിക്കും അങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് ആ ആന്റണിക്കൊപ്പം മഹേഷിന്റെ ദേഹത്തും അവൻ കൈവെക്കാൻ പോയി. അത് മാത്രമല്ല, അവൻ എന്നെയും തല്ലി. എന്നാ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യപ്പെട്ട് രേവതി മൈൻഡില്ലാതെ തിരിഞ്ഞു നിൽക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ അനിയൻ ചെയ്ത തെറ്റെന്താന്ന് നിനക്ക് അറിയണ്ടേ? ഇതുവരെ ഞാൻ അത് മൂടി വെച്ചത് നിന്റെ അനിയൻ ചെയ്ത തെറ്റ് നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ടാ. നിന്റെ വിഷമം എനിക്ക് കാണാൻ വയ്യ. ഓരോ ദിവസം നീ വിഷമിക്കുന്നത് കാണുമ്പോൾ എന്റെ ഉള്ള നീർന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ സത്യങ്ങളൊന്നും പറയാതിരുന്നത്. എന്നാൽ ഇത് കേട്ടിട്ട് എന്താണെന്നറിയാനുള്ള ഭാവത്തിലാണ് രേവതി നോക്കുന്നത്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, നിന്റെ അനിയൻ ഒരു പെരും കള്ളനാ. എന്ത്? എന്റെ അനിയൻ പെരും കള്ളനാണെന്നോ? അപ്പൊ നിങ്ങളോ? ഞാൻ ഒരു കുടിയനാണ്. ശരി, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കും, അതും ശരിയാണ്. പക്ഷെ നിന്റെ അനിയനെ തല്ലി അന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. അവനൊരു കെട്ടുകഥയുണ്ടാക്കി പറഞ്ഞിരിക്കുക. ശരത് ഒരു പേരും കള്ളനാ. അതെനിക്ക് പറയുന്നതിൽ ഒരു മടിയുമില്ല. ദേ, നിങ്ങളെ സ്വയം പേരും കള്ളനെന്ന് പറഞ്ഞോ. എന്റെ അനിയനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഈ നിമിഷം വീട് വിട്ടിറങ്ങും. ശരി, പൊയ്യോ. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് അവന്റെ ഭാഗത്ത് ന്യായെന്ന് തോന്നുകയാണെങ്കിൽ നിനക്ക് ഈ നിമിഷം വീട് വിട്ടു പോവാം. ഇതിനു മുമ്പ് നിന്റെ അമ്മയുടെ പണം തട്ടിയെടുത്തത് എന്റെ അനിയനാ. ഓ, വീട്ടുകാരെല്ലാവരും എന്റെ അനിയനെ സാധാരണ കുറ്റപ്പെടുത്താറുള്ളായിരുന്നു. ഇപ്പൊ അത് നിങ്ങളും തുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കനപ്പെട്ടത് പോയി കഴിഞ്ഞാൽ അതപ്പോ എന്റെ അനിയനായിരിക്കും കള്ളൻ. ഇത് നിങ്ങളോട് നിങ്ങളുടെ അമ്മ പറഞ്ഞതാണോ? അല്ല, ഞാൻ തെളിവോടൊക്കെ കണ്ടതാ. ഇതും ഇതിന്റെ അങ്ങേപ്പുറം നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞ് അവസാനം സത്യം ശരിക്കും തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ കാരണമില്ലാതെ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ എങ്ങനെ കാരണമില്ലാതെ ആരെയും തല്ലത്തില്ല. സത്യം എന്താന്ന് കേട്ടാ നീ വിശ്വസിക്കില്ല രേവതി. പക്ഷേ നീ കണ്ടാ വിശ്വസിക്കും.
ഇത് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോ എടുത്ത് രേവതിക്ക് കാണിച്ചു കൊടുക്കാണ്. കാണ്, ഇനി നീ കള്ളമാണെന്ന് പറയൂ. എന്തായാലും രേവതി ആ വീഡിയോ മുഴുവൻ വാച്ച് ചെയ്യാൻ കേട്ടോ. രേവതിക്ക് ആകെ വിഷമാവാണ്. ഇതാര്? നിന്റെ അനിയൻ ശരത്ത്. ഇനി പറഞ്ഞി അവന്റെ ഒരു കൈ തല്ലി ഒടിച്ചാ മതിയായിരുന്നോ? സച്ചേട്ടാ, അപ്പോ ഇവനിപ്പോഴും? അതെ, ഇവനിപ്പോഴും കള്ളത്തരം പിടിച്ചുപറിയായിട്ട് നടക്കുക. ഇവനെ ക്ലാസ് കട്ട് ചെയ്ത് പലയിടത്തും കറങ്ങി നടക്കുന്നതാ പണി. ഇവന്റെ കോളേജ് പോയപ്പോഴും ഞാൻ അറിഞ്ഞത് ഇവൻ ക്ലാസ്സിൽ ചെന്നിട്ട് തന്നെ 1-2 മാസമായെന്ന്. അപ്പൊ അവന് സ്ഥിരം ക്ലാസ്സിലേക്കാന്ന് പറഞ്ഞിറങ്ങുന്നതോ? അതൊക്കെ വെറും പറ്റിക്കലാണ്. അവൻ ആ വീട്ടിലുള്ള അവന്റെ അമ്മയും പെങ്ങളെയും നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവനെല്ലാരെയും കബളിപ്പിക്കുകയായിരുന്നു. അതേ രേവതി, ഞാൻ ഇത് നിന്നോട് പറഞ്ഞ നിനക്ക് വിഷമാവല്ലോ എന്ന് കരുതിയാ പറയാതിരുന്നത്. പക്ഷെ സ്വന്തം ചേച്ചിയുടെ ജീവിതം പോലും നോക്കാതെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. അപ്പൊ അവനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും രേവതിക്ക് ദേഷ്യം വരാട്ടോ. രേവതി നേരെ വീട്ടിലോട്ട് പോവാണ്. സച്ചി പറയുന്നുണ്ട്, രേവതി ഒന്ന് സമാധാനപ്പെട്, നമുക്ക് സമാധാനത്തിൽ കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. വേണ്ട, എനിക്ക് അവനെ കാണുക തന്നെ വേണം. കള്ളം പറഞ്ഞു അവനെന്റെ ജീവിതം ഇപ്പൊ ഇല്ലാതൊക്കെ നോക്കിയത്. ഇതും പറഞ്ഞ് രേവതി പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാൻ നിൽക്കാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് രേവതി വീട്ടിലെത്തുന്നതാണ് കേട്ടോ. രേവതി ദേഷ്യം പിടിച്ചോണ്ടാണ് വീട്ടിലോട്ട് വരുന്നത്. ആ സമയത്ത് അമ്മ കാണുന്നുണ്ട് കേട്ടോ. ആ മോളെ, മോളെന്താ തിരിച്ചു വരുന്നത്? എന്തു പറ്റി മോളെ? മോളുടെ മുഖത്തൊരു വിഷമം പോലെ. എവിടെ എന്റെ പുന്നാരരിയൻ ശരത്ത്? എന്താ മോളെ, അവൻ കിടക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രേവതി ആണെങ്കിൽ നേരെ ശരത്തിന്റെ മുറിയിൽ പോയിട്ട് ശരത്തിന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരൊറ്റ ഒന്ന് കവളത്ത് നോക്കി കൊടുക്കുന്നുണ്ട്. രേവതി, എന്താ നീ ഇപ്പൊ ചെയ്തത്? ശരത്തിനെ തല്ലിയോ? അവൻ വയ്യാതെ ഇരിക്കുവാ. അപ്പോ രേവതിയുടെ അനിയത്തി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ചേച്ചി എന്താ ഇപ്പൊ ചെയ്തത്? എന്തിനാ നിങ്ങൾ തല്ലിയത് എന്തിനാണോ? നീ എന്റെ ജീവിതം തകർക്കാൻ നോക്കിയത്. നിനക്ക് നാണമില്ലടാ ഇപ്പോഴും കട്ടും വെട്ടിച്ച് ജീവിക്കാൻ? എന്തൊക്കെയാ മോളീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മേ, ഇവനിപ്പോഴും കട്ട് ജീവിക്കുക എന്ന് വെച്ചാ മറ്റുള്ളവരുടെ മാല പൊട്ടിച്ചും അവരുടെ അടുത്തുനിന്ന് അവരുടെ പേഴ്സ് മോഷ്ടിച്ചും ജീവിക്കുകയാണെന്ന്. അന്ന് എന്റെ അമ്മായിയമ്മയുടെ സ്വർണം പോയതിനും ഇവൻ ഒറ്റൊരുത്തനാ കാരണക്കാരൻ. അത് ചേച്ചി മിണ്ടരുത് നീ. സത്യം അല്ലെങ്കിൽ നീ ഇവരുടെ മുന്നിൽ പറയടാ. എന്റെ സച്ചേട്ടന് ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞു, പഴി പറഞ്ഞു. പക്ഷെ നിന്റെ ഒരു കൈ തല്ലി ഒടിച്ചാ പോരാ, നിന്നെ അങ്ങ് കൊല്ലാൻ എനിക്ക് തോന്നുന്നത്. എന്തിനാ അമ്മ ഇങ്ങനെയൊരു അനിയൻ? എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മോളെ, സച്ചി വന്നിട്ടുണ്ടോ? ഇല്ല അമ്മേ, സച്ചേട്ടൻ വന്നിട്ടില്ല. ആ ദേഷ്യത്തില് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോരുമായിരുന്നു. അപ്പൊ രേവതിയുടെ അനിയത്തി പറയുന്നുണ്ട്, ഇതൊക്കെ സച്ചേട്ടൻ പറഞ്ഞ കള്ളക്കഥയാണോ? അതൊക്കെ വിശ്വസിച്ച് രേവതിയേച്ചി ഇങ്ങോട്ട് വന്നത് അല്ലേ? അല്ല, ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ സച്ചേട്ടനോട് പറഞ്ഞത്. പക്ഷെ സച്ചേട്ടൻ എനിക്ക് തെളിവാ കാണിച്ചു തന്നത്. ഓക്കെ, ഇനി എന്തായാലും നല്ല കിടിലൻ എപ്പിസോഡാണ് വരാനിരിക്കുന്നത്. അപ്പൊ ആ എപ്പിസോഡിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.